വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 9. അപ്പോസ്തലന്മാരെ അയക്കുന്നു എന്ന ഭാഗം രേഖപ്പെടുത്താത്ത സുവിശേഷകൻ വിശുദ്ധ യോഹന്നാൻ. യേശു തൻ്റെ 12 ശിഷ്യന്മാരെയും വിളിച്ച് അധികാരവും ശക്തിയും കൊടുത്തത് ആരുടെ മേൽ? സകല പിശാചുക്കളുടെയും മേൽ. യേശു തൻ്റെ ശിഷ്യർക്ക് സകല പിശാചുക്കളുടെയും മേൽ എന്താണ് കൊടുത്തത്? അധികാരവും ശക്തിയും, അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനുള്ള കഴിവും. യേശു തൻ്റെ ശിഷ്യന്മാരെ അയച്ചത് എന്തിന്? ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനും. ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനുമായി യേശു തൻ്റെ ശിഷ്യന്മാരെ അയച്ചപ്പോൾ നൽകിയ ഉപദേശങ്ങൾ എന്ത്? യാത്രയ്ക്ക് വടിയോ സഞ്ചിയോ അപ്പമോ പണമോ ഒന്നും എടുക്കരുത്. 2 ഉടുപ്പും ഉണ്ടായിരിക്കരുത്. നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിക്കുന്നുവോ അവിടെ താമസിക്കുക, അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്യുക. ആര് ആരോട് പറഞ്ഞു? യേശു ശിഷ്യന്മാരോട്. ശിഷ്യന്മാരെ സ്വീകരിക്കാത്തവരുടെ പട്ടണങ്ങളിൽ നിന്നും പോകുമ്പോൾ അവർക്കെതിരെ എന്ത് ചെയ്യണമെന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്? അവർക്കെതിരെ സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുവാൻ. ശിഷ്യന്മാർ സുവിശേഷം പ്രസംഗിക്കുകയും രോഗശാന്തി നൽകുകയും ചെയ്തത് എവിടെ? ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ച്. ശിഷ്യന്മാർ ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ച് ചെയ്തത് എന്താണ്? സുവിശേഷം പ്രസംഗിക്കുകയും രോഗശാന്തി നൽകുകയും ചെയ്തു. ശിഷ്യന്മാരാൽ സംഭവിച്ചത് അറിഞ്ഞ് പരിഭ്രാന്തരായത് ആരാണ്? ഹേറോദോസ് രാജാവ്. ഹേറോദോസ് രാജാവ് പരിഭ്രാന്തനാകാൻ കാരണം എന്ത്? യോഹന്നാൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കേട്ടതുകൊണ്ട്. ആര് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്നാണ് മറ്റു ചിലർ കേട്ടത്? ഏലിയ. യോഹന്നാൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നുവെന്നും ഏലിയ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നുവെന്നും പറഞ്ഞതിനു പുറമെ വേറെ ചിലരുടെ അഭിപ്രായം എന്തായിരുന്നു? പണ്ടത്തെ പ്രവാചകന്മാരിൽ ഒരുവൻ ഉയർത്തു വന്നിരിക്കുന്നു എന്ന്. ഞാൻ യോഹന്നാനെ ശിരച്ഛേദനം ചെയ്തു. പിന്നെ ആരെക്കുറിച്ചാണ് ഞാൻ ഇക്കാര്യങ്ങൾ കേൾക്കുന്നത്? ഇത് പറഞ്ഞത് ആരാണ്? ഹേറോദേസ്. 4 സുവിശേഷകന്മാരും രേഖപ്പെടുത്തിയിരിക്കുന്ന ബൈബിൾ ഭാഗം ഏത്? അപ്പം വർദ്ധിപ്പിക്കുന്നു. അപ്പസ്തോലന്മാർ മടങ്ങി വന്ന് തങ്ങൾ ചെയ്തതെല്ലാം അറിയിച്ചത് ആരെ? യേശുവിനെ. അപ്പസ്തോലന്മാരെയും കൂട്ടി യേശു പോയത് എവിടേക്ക്? ബെത്സയിദ പട്ടണത്തിലേക്ക്. ബെത്സയിദ പട്ടണത്തിലേക്ക് യേശുവും അപ്പസ്തോലന്മാരും പോയതറിഞ്ഞ് യേശുവിൻ്റെ പിന്നാലെ ചെന്നത് ആര്? ജനങ്ങൾ. തൻ്റെ പിന്നാലെ വന്ന ജനങ്ങൾക്ക് യേശു ചെയ്തു കൊടുത്തത് എന്ത്? ദൈവരാജ്യത്തെപ്പറ്റി അവരോട് പ്രസംഗിക്കുകയും രോഗശാന്തി ആവശ്യമായിരിക്കുന്നവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. നാം വിജനപ്രദേശത്ത് ആയതുകൊണ്ട് ഗ്രാമങ്ങളിലും നാട്ടിൻപുറങ്ങളിലും പോയി താമസിക്കുന്നതിനും ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നതിനും ജനങ്ങളെ പറഞ്ഞയക്കുക എന്ന് യേശുവിനോട് പറഞ്ഞത് ആര്? 12 ശിഷ്യന്മാർ. 12 ശിഷ്യന്മാർ ഇക്കാര്യം യേശുവിനെ അറിയിച്ചത് എപ്പോൾ? പകൽ അസ്തമിച്ചു തുടങ്ങിയപ്പോൾ. ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നതിന് ജനങ്ങളെ പറഞ്ഞയക്കുക എന്ന് പറഞ്ഞപ്പോൾ യേശുവിൻ്റെ മറുപടി എന്ത്? നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ എന്ന്. നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ എന്ന് യേശു പറഞ്ഞതിന് ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞത് എന്ത്? ഞങ്ങളുടെ പക്കൽ 5 അപ്പവും 2 മത്സ്യവും മാത്രമേ ഉള്ളൂ. അവിടെ ഏകദേശം എത്ര പുരുഷന്മാർ ഉണ്ടായിരുന്നു? ഏകദേശം 5000 പേർ. എത്ര വീതമുള്ള പന്തികളായി ജനങ്ങളെ ഇരുത്താനാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്? 50 വീതമുള്ള പന്തികളായി ഇരുത്താൻ. 50 വീതമുള്ള പന്തികളായി ജനങ്ങളെ ഇരുത്തിയതിനു ശേഷം യേശു കയ്യിലെടുത്തത് എന്ത്? 5 അപ്പവും 2 മീനും. 5 അപ്പവും 2 മീനും കൈകളിലെടുത്ത് യേശു എന്ത് ചെയ്തു? സ്വർഗത്തിലേക്ക് കണ്ണുകളുയർത്തി അവ ആശീർവദിച്ചു മുറിച്ചു. സ്വർഗത്തിലേക്ക് കണ്ണുകളുയർത്തി അവ ആശീർവദിച്ച് മുറിച്ച് വിളമ്പാനായി ആരെയാണ് ഏൽപ്പിച്ചത്? ശിഷ്യന്മാരെ. എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായതിനു ശേഷം എത്ര കുട്ട നിറയെ അപ്പക്കഷണങ്ങളാണ് ശേഖരിച്ചത്? 12 കുട്ട നിറയെ. വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം 9-ാം അധ്യായം 18-ാം തിരുവചനത്തിൽ
യേശു എന്ത് ചെയ്യുകയായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തനിയെ പ്രാർത്ഥിക്കുകയായിരുന്നു. യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടെയുണ്ടായിരുന്നത് ആര്? ശിഷ്യന്മാർ. ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് എന്ന യേശുവിൻ്റെ ചോദ്യത്തിന് ശിഷ്യന്മാർ നൽകിയ മറുപടി എന്ത്? ചിലർ സ്നാപക യോഹന്നാൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും ചിലർ പൂർവപിതാക്കന്മാരിൽ ഒരാൾ ഉയർത്തിരിക്കുന്നുവെന്നും. ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന യേശുവിൻ്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് ആര്? പത്രോസ്. ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന യേശുവിൻ്റെ ചോദ്യത്തിന് പത്രോസ് നൽകിയ മറുപടി എന്ത്? നീ ദൈവത്തിൻ്റെ ക്രിസ്തുവാണ്. പീഡാനുഭവത്തെയും ഉത്ഥാനത്തെയും കുറിച്ചുള്ള യേശുവിൻ്റെ ഒന്നാം പ്രവചനം ഏത് സംഭവത്തിന് ശേഷമാണ് നടക്കുന്നത്? പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തിന് ശേഷം. ഇക്കാര്യം ആരോടും പറയരുതെന്ന് യേശു കർശനമായി നിരോധിച്ചത് എന്ത് സംഭവത്തെയാണ്? നീ ദൈവത്തിൻ്റെ ക്രിസ്തുവാണെന്നുള്ള പത്രോസിൻ്റെ പ്രഖ്യാപനം. യേശുവിൻ്റെ പീഡാനുഭവത്തെയും ഉത്ഥാനത്തെയും കുറിച്ചുള്ള ഒന്നാം പ്രവചനം എന്താണ്? മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ, പുരോഹിത പ്രമുഖന്മാർ, നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും മൂന്നാം ദിവസം ഉയർപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം 9-ാം അധ്യായം 16-ാം തിരുവചനത്തിന് സമാനമായ വാക്യം ഏത്? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 26-ാം തിരുവചനം. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 22-ാം തിരുവചനം. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്ത് ചെയ്യാനാണ് യേശു പറഞ്ഞത്? തന്നെ തന്നെ പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും എന്ത് ചെയ്താൽ അവന് എന്ത് പ്രയോജനമെന്നാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 25-ാം തിരുവചനത്തിൽ പറയുന്നത്. തന്നെ തന്നെ നഷ്ടപ്പെടുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ. ഒരുവൻ എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രനും തൻ്റെയും പിതാവിൻ്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ ലജ്ജിക്കും. അധ്യായം വാക്യം എഴുതുക. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 26-ാം തിരുവചനം. ഒരുവൻ എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രൻ എപ്പോൾ ലജ്ജിക്കും എന്നാണ് യേശു പറഞ്ഞത്. തൻ്റെയും പിതാവിൻ്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ. ഈ നിൽക്കുന്നവരുടെ ഇടയിൽ ആരുണ്ട് എന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്. ദൈവരാജ്യം കാണുന്നതിനു മുമ്പ് മരിക്കുകയില്ലാത്ത ചിലർ. യേശുവിൻ്റെ രൂപാന്തരീകരണത്തെപ്പറ്റി പ്രതിപാദിച്ചിട്ടുള്ള മറ്റ് സുവിശേഷകന്മാർ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 8 വരെയും വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 2 മുതൽ 8 വരെയുമുള്ള തിരുവചനങ്ങൾ. പീഡാനുഭവത്തെയും ഉത്ഥാനത്തെയും കുറിച്ചുള്ള യേശുവിൻ്റെ ഒന്നാം പ്രവചനത്തിന് എത്ര ദിവസം കഴിഞ്ഞാണ് യേശുവിൻ്റെ രൂപാന്തരീകരണം നടന്നത്? ഏകദേശം 8 ദിവസങ്ങൾ കഴിഞ്ഞ്. എത്ര ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടാണ് യേശു മലയിലേക്ക് പ്രാർത്ഥിക്കാൻ പോയത്? 3 ശിഷ്യന്മാരെ. യേശുവിൻ്റെ കൂടെ മലയിലേക്ക് പ്രാർത്ഥിക്കാൻ പോയ ശിഷ്യന്മാർ ആരെല്ലാം? പത്രോസ്, യോഹന്നാൻ, യാക്കോബ്. യേശു മലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാം? യേശുവിൻ്റെ മുഖഭാവം മാറി, വസ്ത്രം വെണ്മയോടെ ശോഭിച്ചു. യേശുവിൻ്റെ രൂപാന്തരീകരണ സമയത്ത് യേശുവിനോട് സംസാരിക്കുന്നതിനായി കാണപ്പെട്ടത് എത്ര പേർ? 2 പേർ. യേശുവിനോട് സംസാരിച്ചു കൊണ്ടിരുന്ന 2 പേർ ആരെല്ലാം? മോശയും ഏലിയായും യേശുവും സംസാരിച്ചത് എന്തിനെപ്പറ്റി? അടുത്തുതന്നെ ജെറുസലേമിൽ പൂർത്തിയാകേണ്ട യേശുവിൻ്റെ കടന്നുപോകലിനെ കുറിച്ച്. പത്രോസും കൂടെയുള്ളവരും എങ്ങനെ ആയിരുന്നിട്ടും ഉണർന്നിരിക്കുന്നു എന്നാണ് വചനം പറയുന്നത്.
നിദ്രാവിവശരായിരുന്നിട്ടും പത്രോസും കൂടെയുള്ളവരും എന്ത് ദർശിച്ചു? യേശുവിൻ്റെ മഹത്വം ദർശിച്ചു. പത്രോസും യാക്കോബും യോഹന്നാനും കണ്ടത് ആരെയാണ്? മോശയെയും ഏലിയായെയും. മോശയും ഏലിയായും പിരിഞ്ഞു പോകുമ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞത് എന്ത്? ഗുരു, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. ഞങ്ങൾ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. കൂടാരങ്ങൾ ഉണ്ടാക്കുന്നത് ആർക്കെല്ലാം വേണ്ടിയാണ്? 1 യേശുവിന്, 1 ഏലിയായ്ക്ക്, 1 മോശയ്ക്ക്. യേശുവിനോട് പത്രോസും യാക്കോബും യോഹന്നാനും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരെ ആവരണം ചെയ്തത് എന്ത്? ഒരു മേഘം. മേഘത്തിൽ നിന്നുണ്ടായ സ്വരം എന്ത്? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. മേഘത്തിൽ നിന്നുള്ള സ്വരം നിലച്ചപ്പോൾ കാണപ്പെട്ടത് ആരെയാണ്? യേശുവിനെ. സ്വരം നിലച്ചപ്പോൾ യേശു മാത്രം കാണപ്പെട്ടു. ശിഷ്യന്മാർക്ക് അപ്പോൾ എന്താണ് സംഭവിച്ചത്? ശിഷ്യന്മാർ മൗനം അവലംബിച്ചു. പിശാച് ബാധിച്ച ബാലനെ സുഖപ്പെടുത്തിയ സംഭവം രേഖപ്പെടുത്താത്ത സുവിശേഷകൻ വിശുദ്ധ യോഹന്നാൻ. പിശാച് ബാധിച്ച ബാലനെ യേശു സുഖപ്പെടുത്തുന്നത് ഏത് സംഭവത്തിന് ശേഷമാണ്? യേശുവിൻ്റെ രൂപാന്തരീകരണത്തിന് ശേഷം. രൂപാന്തരീകരണത്തിന് ശേഷം യേശു മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ യേശുവിൻ്റെ അടുത്ത് വന്നത് ആര്? ജനക്കൂട്ടം. ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ യേശുവിനെ അഭിസംബോധന ചെയ്തത് എങ്ങനെ? ഗുരു. ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ യേശുവിനോട് അപേക്ഷിച്ചത് എന്ത്? ഗുരു, എൻ്റെ മകനെ കടാക്ഷിക്കണമെന്ന് നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. എൻ്റെ മകനെ കടാക്ഷിക്കണമെന്ന് യേശുവിനോട് അപേക്ഷിക്കാനുള്ള കാരണം അവൻ എൻ്റെ ഏക മകനാണ് എന്നതുകൊണ്ട്. തൻ്റെ ഏക മകനെ പിടികൂടുന്നതായി പിതാവ് യേശുവിനോട് പറഞ്ഞത് എന്ത്? അശുദ്ധാത്മാവ്. അശുദ്ധാത്മാവ് പിടികൂടുമ്പോൾ കുട്ടിക്ക് എന്ത് സംഭവിക്കുന്നു? പെട്ടെന്ന് നിലവിളിക്കുന്നു. നുരയും പതയും പുറപ്പെടുവിക്കുന്നത് വരെ അത് അവനെ ഞെരുക്കി പീഡിപ്പിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നു. എന്തു പുറപ്പെടുന്നത് വരെ പിശാച് തൻ്റെ മകനെ ഞെരുക്കി പീഡിപ്പിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് പിശാച് ബാധിതന്റെ പിതാവ് യേശുവിനോട് പറഞ്ഞത്. നുരയും പതയും പുറപ്പെടുന്നതുവരെ. പിശാചിനെ പുറത്താക്കാൻ ആരോട് അപേക്ഷിച്ചു എന്നാണ് പിതാവ് യേശുവിനോട് പറഞ്ഞത്? യേശുവിൻ്റെ ശിഷ്യന്മാരോട്. വിശ്വാസമില്ലാത്ത വഴിപിഴച്ച തലമുറയെ ഞാൻ എത്ര നാൾ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും? എത്ര നാൾ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും? ഇത് ആരോട് ചോദിച്ചു? യേശു ശിഷ്യന്മാരോട്. ഈ ചോദ്യത്തിന് ശേഷം യേശു കൽപ്പിച്ചത് എന്ത്? നിന്റെ മകനെ ഇവിടെ കൊണ്ടുവരിക. യേശുവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ പിശാച് ബാധിതന് സംഭവിച്ചത് എന്ത്? പിശാച് അവനെ നിലത്തു വീഴ്ത്തി പീഡിപ്പിച്ചു. പിശാച് നിലത്ത് വീഴ്ത്തി പീഡിപ്പിച്ചവനെ യേശു എന്താണ് ചെയ്തത്? യേശു അശുദ്ധാത്മാവിനെ ശാസിക്കുകയും കുട്ടിയെ സുഖപ്പെടുത്തി പിതാവിനെ ഏൽപ്പിക്കുകയും ചെയ്തു. എല്ലാവരും അത്ഭുതപ്പെട്ടത് എന്തിനെക്കുറിച്ച്? ദൈവത്തിൻ്റെ മഹത്തായ ശക്തിയെക്കുറിച്ച്. പീഡാനുഭവത്തെക്കുറിച്ചുള്ള 2ാം പ്രവചനം എന്തായിരുന്നു? ഈ വചനങ്ങൾ നിങ്ങളിൽ ആഴത്തിൽ പതിയട്ടെ. മനുഷ്യപുത്രൻ മനുഷ്യരുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു. യേശുവിൻ്റെ പീഡാനുഭവത്തെ പറ്റിയുള്ള 2ാം പ്രവചനം ഗ്രഹിക്കാൻ സാധിക്കാതെ പോയത് ആർക്കാണ്? ശിഷ്യന്മാർക്ക്. എന്തുകൊണ്ടാണ് ശിഷ്യന്മാർക്ക് അത് ഗ്രഹിക്കാൻ സാധിക്കാതെ പോയത് എന്നാണ് വചനം പറയുന്നത്. മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം അത് അത്ര നിഗൂഢമായിരുന്നു. യേശുവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ചുള്ള 2 പ്രവചനങ്ങളും രേഖപ്പെടുത്തിയ അധ്യായം ഏത്? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം. തങ്ങളിൽ വലിയവൻ ആരാണ് എന്ന് തർക്കിച്ചത് ആര്? ശിഷ്യന്മാർ. ശിഷ്യന്മാരിൽ വലിയവൻ ആരെന്നുള്ള തർക്കത്തിന്
മറുപടി പറയാൻ യേശു തിരഞ്ഞെടുത്തത് ആരെ? ഒരു ശിശുവിനെ. എൻ്റെ നാമത്തിൽ ഈ ശിശുവിനെ സ്വീകരിക്കുന്ന ഏവനും എന്നെ സ്വീകരിക്കുന്നു. എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. നിങ്ങളിൽ ഏറ്റവും ചെറിയവൻ ആരോ അവനാണ് നിങ്ങളിൽ ഏറ്റവും വലിയവൻ. അധ്യായവും വാക്യവും എഴുതുക. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 48-ാം തിരുവചനം. എൻ്റെ നാമത്തിൽ ഈ ശിശുവിനെ സ്വീകരിക്കുന്ന ഏവനും ആരെ സ്വീകരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത്? യേശുവിനെ. നിങ്ങളിൽ ഏറ്റവും വലിയവൻ ആരെന്നാണ് യേശു പറഞ്ഞത്? നിങ്ങളിൽ ഏറ്റവും ചെറിയവൻ ആരാണോ അവൻ. നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു. അവൻ ഞങ്ങളോടൊപ്പം നിന്നെ അനുഗമിക്കാത്തതുകൊണ്ട് ഞങ്ങൾ അവനെ തടഞ്ഞു. ഇത് ആര് ആരോട് പറഞ്ഞു? യോഹന്നാൻ യേശുവിനോട്. അവനെ തടയേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് യേശു യോഹന്നാനോട് പറഞ്ഞത് എന്ത്? നിങ്ങൾക്ക് എതിരല്ലാത്തവൻ നിങ്ങളുടെ ഭാഗത്താണ്. ആരോഹണം എന്ന പദം സൂചിപ്പിക്കുന്നത് എന്തിനെയെല്ലാമാണ്? യേശുവിൻ്റെ കുരിശുമരണം, ഉയർപ്പ്, സ്വർഗാരോപണം. തൻ്റെ ആരോഹണത്തിൻ്റെ ദിവസങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കവേ യേശു പോകാൻ തീരുമാനിച്ചത് എവിടേക്ക്? ജെറുസലേമിലേക്ക്. ജെറുസലേമിലേക്ക് പോകുന്നതിന് മുമ്പ് യേശു ആരെയാണ് അവിടേക്ക് അയച്ചത്? ഏതാനും ദൂതന്മാരെ. യേശുവിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ചെയ്യാൻ ദൂതന്മാർ ഏത് ഗ്രാമത്തിലേക്കാണ് പ്രവേശിച്ചത്? സമരിയാക്കാരുടെ ഗ്രാമത്തിലേക്ക്. സമരിയാക്കാർ യേശുവിനെ സ്വീകരിക്കാത്തതിന് കാരണം എന്താണ്? യേശു ജെറുസലേമിലേക്ക് പോവുകയായിരുന്നതുകൊണ്ട്. സമരിയാക്കാർ യേശുവിനെ സ്വീകരിക്കാത്തത് കൊണ്ട് കർത്താവെ, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ എന്ന് യേശുവിനോട് ചോദിച്ചത് ആരാണ്? യാക്കോബ്, യോഹന്നാൻ. ശിഷ്യന്മാരായ യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും ചോദ്യത്തിന് യേശു നൽകിയ മറുപടി എന്ത്? അവൻ തിരിഞ്ഞ് അവരെ ശാസിച്ചു. ശിഷ്യത്വം ആവശ്യപ്പെടുന്ന ത്യാഗങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള സുവിശേഷകൻ ആര്? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങളിൽ. നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും എന്ന് ഒരു ശിഷ്യൻ യേശുവിനോട് പറഞ്ഞപ്പോൾ യേശു നൽകിയ മറുപടി എന്ത്? കുറുനരികൾക്ക് മാളങ്ങളും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളുമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ല. എന്നെ അനുഗമിക്കുക എന്ന് യേശു ഒരുവനോട് പറഞ്ഞപ്പോൾ അവൻ്റെ മറുപടി എന്തായിരുന്നു? കർത്താവെ, ഞാൻ ആദ്യം പോയി എൻ്റെ പിതാവിനെ സംസ്കരിക്കാൻ അനുവദിച്ചാലും. കർത്താവെ, ഞാൻ ആദ്യം പോയി എൻ്റെ പിതാവിനെ സംസ്കരിക്കാൻ അനുവദിച്ചാലും എന്ന് പറഞ്ഞവനോട് യേശുവിൻ്റെ മറുപടി എന്തായിരുന്നു? മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ, നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക. ശിഷ്യനാകാൻ യേശു വിളിച്ച മറ്റൊരുവൻ പറഞ്ഞതായി പറഞ്ഞിരിക്കുന്നത് എന്താണ്? കർത്താവെ, ഞാൻ നിന്നെ അനുഗമിക്കാം, പക്ഷേ ആദ്യം പോയി എൻ്റെ വീട്ടുകാരോട് വിടവാങ്ങാൻ അനുവദിക്കണം. എൻ്റെ വീട്ടുകാരോട് വിടവാങ്ങാൻ അനുവദിക്കണമെന്ന് പറഞ്ഞവനോട് യേശു പറഞ്ഞ മറുപടി എന്ത്? കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 54-ാം തിരുവചനത്തിന് സമാനമായ 2 രാജാക്കന്മാരുടെ പുസ്തകം 1-ാം അധ്യായം 9 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി വന്ന് ഇവരെ നശിപ്പിക്കട്ടെ എന്ന് പറഞ്ഞ പ്രവാചകൻ ആരാണ്? ഏലിയാ പ്രവാചകൻ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 10. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 1-ാം തിരുവചനമനുസരിച്ച് യേശു എത്ര പേരെയാണ് തിരഞ്ഞെടുത്തത്? 72 പേരെ. 72 പേരെ യേശു എവിടേക്കാണ് അയച്ചത്? എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻ പുറങ്ങളിലേക്കും. എത്ര പേരെ വീതമാണ് യേശു പട്ടണങ്ങളിലേക്കും നാട്ടിൻ പുറങ്ങളിലേക്കും അയച്ചത്? 2 പേരെ വീതം. കൊയ്ത്ത് വളരെ, വേലക്കാരോ ചുരുക്കം. അതിനാൽ കൊയ്ത്തിന് വേലക്കാരെ അയക്കുവാൻ കൊയ്ത്തിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. അധ്യായവും വാക്യവും എഴുതുക.
വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 2-ാം തിരുവചനം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 2-ാം തിരുവചനത്തിന് സമാനമായ വാക്യങ്ങൾ ഏതെല്ലാം? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 37 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങളും വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 35-ാം തിരുവചനവും. കൊയ്ത്തിന് വേലക്കാരെ അയക്കാൻ ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത്? കൊയ്ത്തിന്റെ നാഥനോട്. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ആരെ പോലെയാണ് നിങ്ങളെ അയക്കുക എന്ന് യേശു 72 ശിഷ്യന്മാരോട് പറഞ്ഞത്? കുഞ്ഞാടുകളെ എന്ന പോലെ. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ യേശു അയച്ചത് ആരെയാണ്? 72 ശിഷ്യന്മാരെ. ശിഷ്യന്മാരോട് എന്തെല്ലാം കൊണ്ടുപോകരുത് എന്നാണ് യേശു നിർദ്ദേശിച്ചത്? മടിശീല, സഞ്ചി, ചെരുപ്പ്. എവിടെ വച്ച് ആരെയും അഭിവാദനം ചെയ്യരുത് എന്നാണ് യേശുവിൻ്റെ നിർദ്ദേശം? വഴിയിൽ വച്ച്. ഒരു വീട്ടിൽ പ്രവേശിച്ചാൽ ആദ്യമേ ആശംസിക്കേണ്ടത് എന്ത്? ഈ വീടിന് സമാധാനം എന്ന്. നിങ്ങളുടെ സമാധാനം ആരിൽ കുടികൊള്ളും എന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്? സമാധാനത്തിൻ്റെ പുത്രൻ അവിടെയുണ്ടെങ്കിൽ. സമാധാനത്തിൻ്റെ പുത്രൻ വീടുകളിൽ ഇല്ലെങ്കിൽ സമാധാനം ആശംസിച്ചത് എങ്ങോട്ടാണ് തിരിച്ചു വരുന്നത്? ശിഷ്യന്മാരിലേക്ക്. വേലക്കാരൻ തൻ്റെ കൂലിക്ക് അർഹനാണെന്ന് യേശു സമർത്ഥിക്കുന്നത് എങ്ങനെയാണ്? ഏത് വീട്ടിലാണോ നിങ്ങൾ പ്രവേശിക്കുന്നത് അവരോടൊപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ആ വീട്ടിൽ തന്നെ വസിക്കണം എന്നു പറഞ്ഞതുകൊണ്ട്. ഏതെങ്കിലും നഗരത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയും അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കണം. നഗരവാസികളോട് ശിഷ്യന്മാർ പറയേണ്ടത് എന്ത്? ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നുവെന്ന്. ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിന് പുറമെ ശിഷ്യന്മാർ ചെയ്യേണ്ടത് എന്ത്? അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തണം. ശിഷ്യന്മാർ ഏതെങ്കിലും നഗരത്തിൽ പ്രവേശിക്കുമ്പോൾ എന്താണ് പറയേണ്ടത്? നിങ്ങളുടെ നഗരത്തിൽ നിന്ന് ഞങ്ങളുടെ കാലുകളിൽ പറ്റിയിട്ടുള്ള പൊടി പോലും നിങ്ങൾക്കെതിരെ ഞങ്ങൾ തട്ടിക്കളയുന്നു. ശിഷ്യന്മാരെ സ്വീകരിക്കാത്ത നഗരത്തിൻ്റെ സ്ഥിതി എന്തിനേക്കാൾ മോശമായിരിക്കും എന്നാണ് യേശു പറഞ്ഞത്? സോദോമിൻ്റെ സ്ഥിതിയേക്കാൾ. ആർക്കെല്ലാം ദുരിതം എന്നാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 13-ൽ പറഞ്ഞു വച്ചിരിക്കുന്നത്? കൊറാസിനും ബെത്സൈദായ്ക്കും. കൊറാസിനും ബെത്സൈദായിലും നടന്ന അത്ഭുതങ്ങൾ എവിടെ നടന്നിരുന്നുവെങ്കിൽ എന്നാണ് സുവിശേഷകൻ പറയുന്നത്? ടൈറിലും സീദോനിലും. കൊറാസിനിലും ബെത്സൈദായിലും നടന്ന അത്ഭുതങ്ങൾ ടൈറിലും സീദോനിലും നടന്നിരുന്നുവെങ്കിൽ അവിടുത്തെ ജനങ്ങൾ എന്തു ചെയ്യുമായിരുന്നു? അവിടുത്തെ ജനങ്ങൾ ചാക്കുടുത്ത് ചാരം പൂശിയും പണ്ടേ തന്നെ പശ്ചാത്തപിക്കുമായിരുന്നു. ആകാശത്തോളം ഉയർത്തപ്പെട്ടിരിക്കുന്ന കഫർനാം എത്രത്തോളം താഴ്ത്തപ്പെടും? പാതാളത്തോളം. എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും യേശു അയച്ച ശിഷ്യന്മാർ തിരിച്ചു വന്നത് എങ്ങനെ? സന്തോഷത്തോടെ തിരിച്ചു വന്ന 72 ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞത് എന്ത്? കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നുവെന്ന് ശിഷ്യന്മാർ പറഞ്ഞപ്പോൾ യേശു നൽകിയ മറുപടി എന്ത്? സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു. സാത്താൻ സ്വർഗത്തിൽ നിന്ന് എന്തുപോലെ പതിക്കുന്നത് ഞാൻ കണ്ടു എന്നാണ് യേശു പറഞ്ഞത്? ഇടിമിന്നൽ പോലെ. സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ പതിച്ചത് ആര്? സാത്താൻ. യേശു ശിഷ്യന്മാർക്ക് നൽകിയ അധികാരങ്ങൾ എന്തെല്ലാം? പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മേൽ ചവിട്ടി നടക്കാനുള്ള അധികാരം. പാമ്പുകളും തേളുകളും ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല എന്ന് യേശു പറഞ്ഞത് ആരോട്? ശിഷ്യന്മാരോട്. പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മേൽ അധികാരം നൽകിക്കൊണ്ട് ശിഷ്യന്മാരോട് യേശു പറഞ്ഞതെന്ത്? പിശാചുക്കൾ നിങ്ങൾക്ക് കീഴ്പ്പെടുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട, മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ. എന്ത് കാര്യത്തിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട എന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്?
പിശാചുക്കൾ നിങ്ങൾക്ക് കീഴ്പ്പെടുന്നു എന്നതിൽ. എന്ത് കാര്യത്തിലാണ് നിങ്ങൾ സന്തോഷിക്കേണ്ടത് എന്നാണ് ഈശോയുടെ അഭിപ്രായം? നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ. 72 ശിഷ്യന്മാരും മടങ്ങി വന്നപ്പോൾ പിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചത് എങ്ങനെയാണ്? പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച്. യേശു പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് പിതാവിനെ അഭിസംബോധന ചെയ്തത് എങ്ങനെ? സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ, കർത്താവായ പിതാവേ, അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു. കാരണമായി യേശു പറഞ്ഞത് എന്ത്? അങ്ങ് ഇവ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വയ്ക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വച്ച് വെളിപ്പെടുത്തിയത് ആർക്ക്? ശിശുക്കൾക്ക്. എല്ലാ കാര്യങ്ങളും പിതാവ് ഏൽപ്പിച്ചിരിക്കുന്നത് ആരെ? യേശുവിനെ. പിതാവല്ലാതെ ആരും ഗ്രഹിക്കുന്നില്ല എന്ന് യേശു പറഞ്ഞതെന്ത്? പുത്രൻ ആരെന്ന്. പിതാവ് ആരെന്ന് ഗ്രഹിക്കുന്നത് ആരല്ല? പുത്രനും. പുത്രൻ ആർക്ക് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവോ അവനും. നിങ്ങൾ കാണുന്നവ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ. ആര് ആരോട് പറഞ്ഞു? യേശു ശിഷ്യന്മാരോട്. നിങ്ങൾ കാണുന്നവ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ എന്ന് ശിഷ്യന്മാരോട് യേശു പറയാനുള്ള കാരണം, അനേകം പ്രവാചകന്മാരും രാജാക്കന്മാരും നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചു, എങ്കിലും കണ്ടില്ല. നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചു, എങ്കിലും കേട്ടില്ല. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 25-ാം തിരുവചനമനുസരിച്ച് യേശുവിനെ പരീക്ഷിക്കാനായി ചോദ്യം ചോദിച്ചത് ആര്? ഒരു നിയമജ്ഞൻ. യേശുവിനെ പരീക്ഷിക്കാനായി നിയമജ്ഞൻ ചോദിച്ച ചോദ്യം എന്ത്? ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? നിയമജ്ഞൻ യേശുവിനെ അഭിസംബോധന ചെയ്തത് എങ്ങനെ? ഗുരു. നിയമജ്ഞന്റെ ചോദ്യത്തിന് മറുപടിയായി യേശു ചോദിച്ച ചോദ്യം, നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ എന്ത് വായിക്കുന്നു? നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ എന്ത് വായിക്കുന്നു എന്ന യേശുവിൻ്റെ ചോദ്യത്തിന് നിയമജ്ഞൻ പറഞ്ഞ മറുപടി, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം, നിന്റെ അയൽക്കാരനെ നിന്നെ പോലെയും. നിന്റെ ദൈവമായ കർത്താവിനെ എങ്ങനെ സ്നേഹിക്കണമെന്നാണ് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതായി നിയമജ്ഞൻ പറഞ്ഞത്? പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ. നീ ശരിയായി തന്നെ ഉത്തരം പറഞ്ഞു. ഇതനുസരിച്ച് പ്രവർത്തിക്കുക, നീ ജീവിക്കും. യേശു ഇത് ആരോട് പറഞ്ഞു? നിയമജ്ഞരോട്. നിയമജ്ഞൻ തന്നെ സാധൂകരിക്കാൻ ആഗ്രഹിച്ച് യേശുവിനോട് ചോദിച്ചത് എന്ത്? ആരാണ് എൻ്റെ അയൽക്കാരൻ? ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന ചോദ്യത്തിന് യേശു നൽകിയ മറുപടി, നല്ല സമരിയാക്കാരൻ്റെ ഉപമ. യേശു ഉപമ പറഞ്ഞു തുടങ്ങിയത് എങ്ങനെ? ഒരുവൻ ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോവുകയായിരുന്നു. ജെറിക്കോയിലേക്ക് പോവുകയായിരുന്നവൻ ആരുടെ കയ്യിലാണ് അകപ്പെട്ടത്? കവർച്ചക്കാരുടെ കയ്യിൽ. കവർച്ചക്കാർ അവനെ എന്താണ് ചെയ്തത്? അവർ അവൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് അവനെ പ്രഹരിച്ച് അർദ്ധപ്രാണനാക്കിയിട്ട് പോയിക്കളഞ്ഞു. അർദ്ധപ്രാണനായി കിടന്ന യാത്രക്കാരനെ ആദ്യം കണ്ടതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ആര്? ഒരു പുരോഹിതൻ. അർദ്ധപ്രാണനായി കിടന്ന യാത്രക്കാരനെ കണ്ട് പുരോഹിതൻ കടന്നുപോയത് എങ്ങനെ? മറുവശത്തുകൂടെ. രണ്ടാമതായി യാത്രക്കാരനായി കടന്നുപോയത് ആര്? ഒരു ലേവായൻ. എന്നാൽ മൂന്നാമതായി യാത്രക്കാരൻ കിടന്ന സ്ഥലത്ത് വന്നത് ആരാണ്? ഒരു സമരിയാക്കാരൻ. അർദ്ധപ്രാണനായി കിടന്ന യാത്രക്കാരനെ കണ്ട് മനസ്സലിഞ്ഞ സമരിയാക്കാരൻ ചെയ്തത് എന്ത്? എണ്ണയും വീഞ്ഞും ഒഴിച്ച് അവൻ്റെ മുറിവുകൾ വച്ചുകെട്ടി തൻ്റെ കഴുതയുടെ പുറത്ത് കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുചെന്ന് പരിചരിച്ചു. സമരിയാക്കാരൻ മുറിവുകൾ വച്ചുകെട്ടിയത് എങ്ങനെ? എണ്ണയും വീഞ്ഞും ഒഴിച്ച്. എവിടെ കൊണ്ടുചെന്ന് സമരിയാക്കാരൻ പരിചരിച്ചു എന്നാണ് വചനം പറയുന്നത്? സത്രത്തിൽ. സത്രം സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ എത്ര ധനാറയാണ് സമരിയാക്കാരൻ കൊടുത്തത്? 2 ധനാറ. 2 ധനാറ സത്രം സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ കൊടുത്തിട്ട് സമരിയാക്കാരൻ പറഞ്ഞതെന്ത്? ഇവൻ്റെ കാര്യം നോക്കിക്കൊള്ളണം, കൂടുതലായി എന്തെങ്കിലും ചെലവാകുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട മനുഷ്യന് ഈ മൂവരിൽ അയൽക്കാരനായി വർത്തിച്ചത്
ആരെന്നുള്ള ചോദ്യത്തിന് നിയമജ്ഞൻ നൽകിയ മറുപടി എന്ത്? അവനോട് കരുണ കാണിച്ചവൻ. അവനോട് കരുണ കാണിച്ചവൻ എന്ന് നിയമജ്ഞൻ പറഞ്ഞപ്പോൾ യേശു തിരിച്ച് പറഞ്ഞതെന്ത്? നീയും പോയി അതുപോലെ ചെയ്യുക. നീയും പോയി അതുപോലെ ചെയ്യുക. ഏത് ഉപമയിൽ ആര് ആരോട് പറഞ്ഞു? നല്ല സമരിയാക്കാരൻ്റെ ഉപമയിൽ യേശു നിയമജ്ഞരോട് പറഞ്ഞു. നല്ല സമരിയാക്കാരൻ്റെ ഉപമ പറഞ്ഞതിന് ശേഷം യേശുവും ശിഷ്യന്മാരും പ്രവേശിച്ചത് എവിടെ? ഒരു ഗ്രാമത്തിൽ. യേശു പ്രവേശിച്ച ഗ്രാമത്തിൽ യേശുവിനെ സ്വഭവനത്തിൽ സ്വീകരിച്ചത് ആര്? മർത്ത. മർത്തായുടെ സഹോദരിയുടെ പേര് മറിയം. കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് യേശുവിൻ്റെ പാദത്തിങ്കൽ ഇരുന്നത് ആര്? മറിയം. പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വ്യഗ്രചിത്തയായി കാണപ്പെട്ടത് ആര്? മർത്ത. മർത്ത യേശുവിൻ്റെ അരികിൽ ചെന്ന് ആരെ പറ്റിയാണ് പരാതി പറഞ്ഞത്? സഹോദരി മറിയത്തെ പറ്റി. സഹോദരി മറിയത്തോട് എന്ത് ചെയ്യാനാണ് മർത്ത പറയുന്നത്? മർത്തായെ സഹായിക്കാൻ. മർത്തായുടെ പരാതിക്ക് യേശു നൽകിയ മറുപടി എന്ത്? മർത്ത, മർത്ത, നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു. ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ. അത് ആര് തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് യേശു മർത്തായോട് പറഞ്ഞത്. മറിയം. മറിയം ഏത് ഭാഗമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്? നല്ല ഭാഗം. നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്ന മറിയത്തിൽ നിന്ന് എന്ത് എടുക്കപ്പെടുകയില്ല എന്നാണ് യേശു പറഞ്ഞത്? അവളിൽ നിന്ന് നല്ല ഭാഗം എടുക്കപ്പെടുകയില്ല എന്ന്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 11. യേശു എവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ പറയുന്നത്. ഒരിടത്ത്. യേശു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ അരികിൽ വന്നതാര്? ശിഷ്യന്മാരിൽ ഒരുവൻ. ശിഷ്യന്മാരിൽ ഒരുവൻ യേശുവിൻ്റെ അരികിൽ വന്ന് പറഞ്ഞതെന്ത്? യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. ആര് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക എന്നാണ് ശിഷ്യന്മാരിൽ ഒരാൾ യേശുവിനോട് ആവശ്യപ്പെട്ടത്? യോഹന്നാൻ. യേശു പഠിപ്പിച്ച പ്രാർത്ഥന എന്താണ്? പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അന്നന്നു വേണ്ട ആഹാരം ഓരോ ദിവസവും ഞങ്ങൾക്ക് നൽകണമേ, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, എന്തെന്നാൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളും ക്ഷമിക്കുന്നു, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ആരുടെ നാമം പൂജിതമാകണമേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്? പിതാവിൻ്റെ. അന്നന്ന് വേണ്ട ആഹാരം എപ്പോൾ നൽകണമെന്നാണ് പ്രാർത്ഥിക്കേണ്ടത്? ഓരോ ദിവസവും. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുകൊണ്ട് ഞങ്ങളോട് എന്ത് ക്ഷമിക്കണമെന്നാണ് പ്രാർത്ഥിക്കേണ്ടത്? ഞങ്ങളുടെ പാപങ്ങൾ. പ്രാർത്ഥനയുടെ ശക്തി മനസ്സിലാക്കി തരാൻ യേശു പറഞ്ഞ ഉപമ ഏത്? 3 അപ്പം വായ്പ ചോദിക്കാനായി സ്നേഹിതന്റെ അടുത്ത് ചെന്ന ഉപമ. സ്നേഹിതൻ 3 അപ്പം വായ്പ ചോദിക്കാനായി എപ്പോൾ വന്നുവെന്നാണ് യേശു തൻ്റെ ഉപമയിൽ പറയുന്നത്? അർദ്ധരാത്രി. എത്ര അപ്പം കടം ചോദിക്കാനാണ് സ്നേഹിതൻ അർദ്ധരാത്രിയിൽ വന്നത്? 3 അപ്പം. 3 അപ്പം വായ്പ വാങ്ങുന്നതിനായി സ്നേഹിതനെ അർദ്ധരാത്രിയിൽ സന്ദർശിച്ചത് എന്തുകൊണ്ടായിരുന്നു? ഒരു സ്നേഹിതൻ അർദ്ധരാത്രിയിൽ യാത്രാമധ്യേ തൻ്റെ അടുക്കൽ വന്നതുകൊണ്ടും അവന് കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ലാത്തതുകൊണ്ടും. അപ്പം ചോദിച്ച സ്നേഹിതനോട് നൽകിയ മറുപടി എന്ത്? എന്നെ ഉപദ്രവിക്കരുത്, കതകടച്ചു കഴിഞ്ഞു. എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ കൂടെ കിടക്കയിലായതുകൊണ്ട് എന്തിന് സാധിക്കുകയില്ല? എഴുന്നേറ്റ് നിനക്ക് ഒന്നും തരാൻ. എഴുന്നേറ്റ് നിനക്കൊന്നും തരാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞാലും നിർബന്ധം നിമിത്തം അവൻ എന്തു ചെയ്തു? എഴുന്നേറ്റ് അവന് വേണ്ടത് നൽകും. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. അധ്യായം വാക്യം എഴുതുക. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 11 9-ാം തിരുവചനം. സ്നേഹിതരുടെ ഉപമയിലൂടെ യേശു നൽകിയ സന്ദേശം എന്ത്? ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. കണ്ടെത്തുന്നത് ആര്? അന്വേഷിക്കുന്നവൻ. തുറന്നു കിട്ടുന്നത് ആർക്ക്? മുട്ടുന്നവന്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം
11 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന സന്ദേശം എന്ത്? മനുഷ്യരുടെ നീതി. മകൻ മീൻ ചോദിച്ചാൽ പകരം എന്തിനെ കൊടുക്കുമോ എന്നാണ് യേശു ചോദിച്ചത്? പാമ്പിനെ. മുട്ട ചോദിച്ചാൽ പകരം എന്തിനെ കൊടുക്കുമോ എന്നാണ് യേശുവിൻ്റെ ചോദ്യം? തേളിന്. മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകുന്ന എങ്ങനെയുള്ള മാതാപിതാക്കളെയാണ് യേശു ചൂണ്ടിക്കാണിക്കുന്നത്? ദുഷ്ടരായ മാതാപിതാക്കളെ. തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്നതാര്? സ്വർഗസ്ഥനായ പിതാവ്. യേശു എങ്ങനെയുള്ള പിശാചിനെയാണ് ബഹിഷ്കരിച്ചത്? ഊമനായ. ഊമൻ സംസാരിച്ചത് എപ്പോൾ? പിശാച് പുറത്തുപോയപ്പോൾ. പിശാച് പുറത്തുപോയപ്പോൾ ഊമൻ സംസാരിക്കുന്നത് കണ്ട് അവരിൽ ചിലർ പറഞ്ഞതെന്ത്? പിശാചുക്കളുടെ തലവനായ ബേൽസെബൂലിനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്. യേശുവിനെ പരീക്ഷിക്കാൻ ഒരടയാളം ആവശ്യപ്പെട്ടത് എവിടെ നിന്ന്? സ്വർഗത്തിൽ നിന്ന്. എങ്ങനെയുള്ള രാജ്യമാണ് നശിച്ചു പോകുന്നത്? അന്ധചിത്രമുള്ള രാജ്യം. എങ്ങനെയുള്ള ഭവനമാണ് വീണു പോകുന്നത്? അന്ധചിത്രമുള്ള. ആര് തനിക്കു തന്നെ എതിരായി ഭിന്നിച്ചാൽ അവന്റെ രാജ്യം എങ്ങനെ നിലനിൽക്കുമെന്നാണ് യേശുവിൻ്റെ ചോദ്യം? സാത്താൻ. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് യേശു പറയുന്നത് എപ്പോൾ? ദൈവകരം കൊണ്ട് യേശു പിശാചുക്കളെ പുറത്താക്കുമ്പോൾ. ആര് കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോഴാണ് അവൻ്റെ വസ്തുക്കൾ സുരക്ഷിതമാകുന്നത്? ശക്തൻ ആയുധധാരിയായി നിൽക്കുമ്പോൾ. ശക്തൻ ആയുധധാരിയായി നിൽക്കുമ്പോൾ കൊട്ടാരത്തിലെ എന്താണ് സുരക്ഷിതമായിരിക്കുന്നത്? വസ്തുക്കൾ. കൊട്ടാരത്തിന് കാവൽ നിൽക്കുന്ന ശക്തനായ ആയുധധാരിയെ ആര് ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാൽ എന്നാണ് വചനം പറയുന്നത്? കൂടുതൽ ശക്തനായ ഒരുവൻ. കൂടുതൽ ശക്തനായ ഒരുവൻ കൊട്ടാരത്തിന് കാവൽ നിൽക്കുന്നവനെ കീഴ്പ്പെടുത്തിയാൽ എന്ത് സംഭവിക്കുന്നു? കൊട്ടാരത്തിന് കാവൽ നിന്ന ആയുധധാരിയുടെ ആയുധങ്ങൾ മറ്റവൻ അപഹരിക്കുകയും കൊള്ള മുതൽ ഭാഗിച്ചെടുക്കുകയും ചെയ്യും. ആയുധങ്ങൾ അപഹരിക്കുകയും കൊള്ള മുതൽ ഭാഗിച്ചെടുക്കുകയും ചെയ്യുന്നത് ആര്? കൂടുതൽ ശക്തനായ ഒരുവൻ. എന്നോടുകൂടെ അല്ലാത്തവൻ എനിക്ക് എതിരാണ്. എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. അധ്യായം വാക്യം എഴുതുക. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 23-ാം തിരുവചനം. യേശുവിനോട് കൂടെ ശേഖരിക്കാത്തവനെ എന്ത് ചെയ്യുന്നു? ചിതറിച്ച് കളയുന്നു. യേശുവിനോട് കൂടെ ശേഖരിക്കാത്തവനെ ചിതറിച്ച് കളയുന്നത് ആര്? യേശു. അശുദ്ധാത്മാവിൻ്റെ തിരിച്ചുവരവ് രേഖപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു സുവിശേഷകൻ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 43 മുതൽ 45 വരെയുള്ള തിരുവചനങ്ങൾ. അശുദ്ധാത്മാവ് ഒരുവനെ വിട്ടുപോയാൽ ആശ്വാസം തേടി അലഞ്ഞു നടക്കുന്നത് എവിടെ? വരണ്ട സ്ഥലങ്ങളിലൂടെ. ആശ്വാസം തേടി അലഞ്ഞു നടന്ന അശുദ്ധാത്മാവ് ആശ്വാസം കിട്ടാതെ വരുമ്പോൾ പറയുന്നത് എന്ത്? ഇറങ്ങിപ്പോന്ന ഭവനത്തിലേക്ക് തന്നെ ഞാൻ തിരിച്ചു ചെല്ലും. അശുദ്ധാത്മാവ് തിരിച്ചു വരുമ്പോൾ ആ വീട് എങ്ങനെ കാണപ്പെടുന്നു? അടിച്ചുവാരി സജ്ജീകരിക്കപ്പെട്ടതായി. അടിച്ചുവാരി സജ്ജീകരിക്കപ്പെട്ട വീട്ടിലേക്ക് എത്ര അശുദ്ധാത്മാക്കളെ കൂടിയാണ് കൊണ്ടുവരുന്നത്? 7 അശുദ്ധാത്മാക്കളെ. 7 അശുദ്ധാത്മാക്കളെ വചനം എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? ദുഷ്ടരായ അശുദ്ധാത്മാക്കൾ എന്ന്. അശുദ്ധാത്മാവിൻ്റെ തിരിച്ചുവരവിനെ പറ്റി യേശു സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ജനക്കൂട്ടത്തിൽ നിന്ന് ഉച്ചത്തിൽ യേശുവിനോട് പറഞ്ഞതാര്? ഒരു സ്ത്രീ. സ്ത്രീ ഉച്ചത്തിൽ യേശുവിനോട് പറഞ്ഞത് എന്ത്? നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. കൂടുതൽ ഭാഗ്യവാന്മാർ എന്ന് യേശു പറഞ്ഞത് ആരെ? ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ. യോനായുടെ അടയാളം രേഖപ്പെടുത്തിയിട്ടുള്ള മറ്റ് സുവിശേഷകന്മാർ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 38 മുതൽ 42 വരെയും വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം തിരുവചനം. ജനക്കൂട്ടം വർദ്ധിച്ചു വന്നപ്പോൾ യേശു പറഞ്ഞു തുടങ്ങിയത് എന്ത്? ഈ തലമുറ ദുഷിച്ച തലമുറയാണ്, ഇത് അടയാളം അന്വേഷിക്കുന്നു. ആരുടെ അടയാളം മാത്രമാണ് നൽകപ്പെടുകയുള്ളൂ എന്നാണ് യേശു പറഞ്ഞത്? യോനായുടെ അടയാളം. യോന ആർക്കാണ് അടയാളമായത്? നിനവേക്കാർക്ക്.
യോന നിനവേക്കാർക്ക് അടയാളമായിരുന്നതുപോലെ മനുഷ്യപുത്രൻ അടയാളമായിരിക്കുന്നത് ആർക്ക്? ഈ തലമുറയ്ക്ക്. ഈ തലമുറയിലെ ജനങ്ങളോടൊപ്പം ഉയർപ്പിക്കപ്പെടുകയും കുറ്റം വിധിക്കുകയും ചെയ്യും എന്ന് വചനം പറയുന്ന രാജ്ഞി ഏത്? ദക്ഷിണദേശത്തെ രാജ്ഞി. ഈ തലമുറയിലെ ജനങ്ങളോടൊപ്പം ഉയർപ്പിക്കപ്പെടുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യാൻ ദക്ഷിണദേശത്തെ രാജ്ഞി വരും എന്ന് പറയാൻ കാരണം, സോളമന്റെ വിജ്ഞാനം ശ്രവിക്കാൻ അവൾ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് വന്നു. സോളമനേക്കാൾ വലിയവൻ എന്ന് വചനം വിശേഷിപ്പിക്കുന്നത് ആരെ? യേശുവിനെ. ഈ തലമുറയിലെ ജനങ്ങളോടൊപ്പം വിധി ദിനത്തിൽ ഉയർത്തെഴുന്നേൽക്കുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും എന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 32-ാം തിരുവചനത്തിൽ പറയുന്നതാര്? നിനവേ നിവാസികൾ. നിനവേ നിവാസികൾ വിധി ദിനത്തിൽ ഈ തലമുറയോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും എന്ന് പറയാൻ കാരണം എന്തെന്നാൽ യോനായുടെ പ്രസംഗം കേട്ട് അവർ പശ്ചാത്തപിച്ചു. നിലവറയിലോ പറയുടെ കീഴിലോ വയ്ക്കാറില്ലാത്തത് എന്ത്? വിളക്ക് കൊളുത്തി. അകത്ത് പ്രവേശിക്കുന്നവർ വെളിച്ചം കാണാൻ പീഠത്തിന്മേലാണ് വയ്ക്കുന്നത്. എന്ത്? വിളക്ക് കൊളുത്തി. ശരീരത്തിൻ്റെ വിളക്ക് എന്ത്? കണ്ണ്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ എന്താണ് മുഴുവൻ പ്രകാശിക്കുന്നത്? ശരീരം. ശരീരം മുഴുവൻ ഇരുണ്ടു പോകുന്നതെപ്പോൾ? കണ്ണ് ദുഷിക്കുമ്പോൾ. കണ്ണ് ദുഷിച്ചാൽ ശരീരം മുഴുവൻ ഇരുണ്ടു പോകും എന്നതുകൊണ്ട് എന്താണ് ഇരുളാകാതിരിക്കാൻ സൂക്ഷിക്കേണ്ടത്? നിന്നിലുള്ള വെളിച്ചം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 36-ാം തിരുവചനം അനുസരിച്ച് ശരീരം മുഴുവൻ എങ്ങനെ പ്രകാശമാനമായിരിക്കും? വിളക്ക് അതിൻ്റെ രശ്മികൾ കൊണ്ട് നിനക്ക് വെളിച്ചം തരുന്നതുപോലെ. ഫരിസേയരുടെയും നിയമജ്ഞരുടെയും കപടനാട്യത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന മറ്റു സുവിശേഷകർ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 1 മുതൽ 36 വരെയുള്ള തിരുവചനവും വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 38 മുതൽ 40 വരെയുള്ള തിരുവചനങ്ങളും. യേശു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നതിന് യേശുവിനെ ക്ഷണിച്ചത് ആര്? ഒരു ഫരിസേയൻ. യേശുവിൻ്റെ എന്ത് പ്രവൃത്തിയാണ് ഫരിസേയനെ അത്ഭുതപ്പെടുത്തിയത്? ഭക്ഷണത്തിന് മുമ്പ് കൈകൾ കഴുകി ശുദ്ധി വരുത്താത്തതിനെ പറ്റി. ഭക്ഷണത്തിന് മുമ്പ് യേശു കൈ കഴുകി ശുദ്ധി വരുത്താത്തതിനെ പറ്റി അത്ഭുതപ്പെട്ട ഫരിസേയനോട് കർത്താവ് പറഞ്ഞത് എന്ത്? ഫരിസേയരായ നിങ്ങൾ കോപ്പകളുടെയും പാത്രങ്ങളുടെയും പുറം കഴുകി വെടിപ്പാക്കുന്നു. ഫരിസേയരുടെ അകം എന്തുകൊണ്ട് നിറഞ്ഞിരിക്കുന്നു? കവർച്ചയും ദുഷ്ടതയും കൊണ്ട്. യേശു ഫരിസേയരെ വിളിച്ചത് എന്ത്? ഭോഷന്മാരെ. പുറം നിർമ്മിച്ചവൻ തന്നെയല്ലേ അകവും നിർമ്മിച്ചത് എന്ന് യേശു ആരോടാണ് ചോദിച്ചത്? ഫരിസേയരോട്. എപ്പോൾ നിങ്ങൾക്ക് എല്ലാം ശുദ്ധമായിരിക്കും എന്നാണ് യേശു ഫരിസേയരോട് പറഞ്ഞത്? നിങ്ങൾക്കുള്ളവ ദാനം ചെയ്യുമ്പോൾ. ഫരിസേയർ അവഗണിച്ചു കളയുന്നതായി യേശു പറഞ്ഞത് എന്ത്? ദൈവത്തിൻ്റെ നീതിയും സ്നേഹവും. ഫരിസേയർ അഭിലഷിക്കുന്നത് എന്തെല്ലാം? സിനഗോഗുകളിൽ പ്രമുഖ സ്ഥാനവും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനവും. മൂന്നാമതും ഫരിസേയരെ ദുരിതം എന്ന് പറഞ്ഞുകൊണ്ട് ഫരിസേയരോട് യേശു പറഞ്ഞത് എന്ത്? കാണപ്പെടാത്ത കുഴിമാടങ്ങൾ പോലെയാണ് നിങ്ങൾ. അതിൻ്റെ മീതെ നടക്കുന്നവൻ അത് അറിയുന്നുമില്ല. എന്തിൻ്റെ മീതെ നടക്കുന്നവൻ അത് അറിയുന്നില്ല എന്നാണ് യേശു പറഞ്ഞത്? കുഴിമാടങ്ങളുടെ മേൽ. ഗുരു, നീ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞങ്ങളെ കൂടെ അപമാനിക്കുകയാണ് ചെയ്യുന്നത് എന്ന് യേശുവിനോട് പറഞ്ഞത് ആര്? നിയമജ്ഞരിൽ ഒരാൾ. ഫരിസേയരെ നിങ്ങൾക്ക് ദുരിതം എന്ന് യേശു എത്ര പ്രാവശ്യം 42 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്? 3 പ്രാവശ്യം. താങ്ങാനാവാത്ത ചുമടുകൾ മനുഷ്യരുടെ മേൽ കെട്ടിയേൽപ്പിക്കുന്നത് ആര്? നിയമജ്ഞർ. ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല എന്ന് യേശു പറയുന്നത് ആരെപ്പറ്റി? നിയമജ്ഞരെ പറ്റി. നിയമജ്ഞർ കല്ലറകൾ പണിയുന്നത് ആർക്ക്? പിതാക്കന്മാർ വധിച്ച പ്രവാചകന്മാർക്ക്. പിതാക്കന്മാർ വധിച്ച പ്രവാചകന്മാർക്ക് കല്ലറകൾ പണിതുകൊണ്ട് നിയമജ്ഞർ എന്തിനാണ്
സാക്ഷ്യവും അംഗീകാരവും നൽകുന്നത് പിതാക്കന്മാരുടെ പ്രവൃത്തികൾക്ക്. ദൈവത്തിൻ്റെ ജ്ഞാനം എന്തു പറഞ്ഞിരിക്കുന്നു എന്നാണ് 49-ാം വാക്യത്തിൽ നിന്ന് ഉദ്ധരിക്കുക. ഞാൻ അവരുടെ അടുത്തേക്ക് പ്രവാചകന്മാരെയും അപ്പസ്തോലന്മാരെയും അയക്കും. അവരിൽ ചിലരെ അവർ പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. ഈ തലമുറ എന്തിനെല്ലാമാണ് ഉത്തരം പറയേണ്ടത്? ലോകാരംഭം മുതൽ ചൊരിയപ്പെട്ടിട്ടുള്ള സകല പ്രവാചകന്മാരുടെയും രക്തത്തിന്. ലോകാരംഭം മുതൽ ചൊരിയപ്പെട്ടിട്ടുള്ള പ്രവാചകൻ എവിടം മുതൽ എവിടം വരെയാണുള്ളത്? ആബേൽ മുതൽ ബലിപീഠത്തിനും വിശുദ്ധ സ്ഥലത്തിനും മധ്യേ വച്ചു കൊല്ലപ്പെട്ട സക്രിയ വരെയുള്ളവരുടെ രക്തത്തിന്. ബലിപീഠത്തിനും വിശുദ്ധ സ്ഥലത്തിനും മധ്യേ വച്ച് കൊല്ലപ്പെട്ടത് ആര്? സക്രിയ. മൂന്നാമതായി, നിയമജ്ഞരെ നിങ്ങൾക്ക് ദുരിതം എന്ന് പറഞ്ഞുകൊണ്ട് യേശു പറഞ്ഞത് എന്ത്? നിങ്ങൾ വിജ്ഞാനത്തിൻ്റെ താക്കോൽ കരസ്ഥമാക്കിയിരിക്കുന്നു, നിങ്ങളോ അകത്ത് പ്രവേശിച്ചില്ല, പ്രവേശിക്കാൻ വന്നവരെ തടസ്സപ്പെടുത്തുകയും ചെയ്തു. വിജ്ഞാനത്തിൻ്റെ താക്കോൽ കരസ്ഥമാക്കിയത് ആര്? നിയമജ്ഞർ. വിജ്ഞാനത്തിൻ്റെ താക്കോൽ കരസ്ഥമാക്കിയ നിയമജ്ഞർ എവിടെയാണ് പ്രവേശിക്കാതിരുന്നത്? അകത്ത്. പ്രവേശിക്കാൻ വന്നവരെ നിയമജ്ഞർ എന്താണ് ചെയ്തത്? പ്രവേശിക്കാൻ വന്നവരെ തടസ്സപ്പെടുത്തി. നിയമജ്ഞരെ നിങ്ങൾക്ക് ദുരിതം എന്ന് എത്ര പ്രാവശ്യമാണ് യേശു പറഞ്ഞത്? 3 പ്രാവശ്യം. യേശു അവിടെ നിന്ന് പോകവേ കോപാകുലരായത് ആരെല്ലാം? നിയമജ്ഞരും ഫരിസേയരും. അവൻ അവിടെ നിന്ന് പോകവേ പല കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാൻ അവനെ പ്രേരിപ്പിക്കുകയും അവൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റ് കണ്ടുപിടിക്കാൻ തക്കം നോക്കുകയും ചെയ്തത് ആര്? ഫരിസേയരും നിയമജ്ഞരും.